ഭാവന പനി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. തീപ്പെട്ടിക്കൊള്ളി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെട്ടം എന്ന സിനിമ 2004 പ്രിയദർശൻ മലയാളികൾക്ക് മുന്നിലേക്ക് തന്നപ്പോൾ അതിലൊരു നായികയും കൂടെ തന്നു. ആ നായികയാണ് അതിൽ അഭിനയിച്ച ഭാവന പനി. വീണ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. തീപ്പെട്ടിക്കൊള്ളി എന്നാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ ഭാവന പനിയെ അറിയപ്പെടുന്നത്. എന്നാലും ഭാവന കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കേട്ടോ. ഭാവനയുടെ കുറച്ച് സ്റ്റിൽസ് ഒക്കെ വെച്ചിട്ട് ഭാവന കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം വൈറലായി മാറുകയും ചെയ്തു. ഈ പോസ്റ്റ് മലയാളി പ്രേക്ഷകർ വളരെയധികം സ്വീകരിക്കുകയും ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഒരുപാട് കമൻസാണ് പറയുന്നത്. അതായത് ഇത് കാണാൻ ഐശ്വര്യ റോയെ പോലെയുണ്ട്, കേർട്ട്നി കോക്സ്, ഇപ്പോൾ ഫ്രണ്ട്സ് എന്ന സീരീസിലെ എല്ലാവർക്കും സുപരിചിതമായ കേർട്ട്നി കോക്സിനെ പോലെ ആണ് ഭാവന ഇതിനകത്ത് ഉള്ളതെന്ന് പറയുന്നു. ഇപ്പോഴും വെട്ടത്തിലെ ഡയലോഗുകളൊക്കെ തന്നെ അതിലെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുന്നു. അങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഭാവന പനിയെ പിന്നീട് മലയാള സിനിമയിൽ വളരെ സജീവമായിട്ടൊന്നും കണ്ടില്ലെങ്കിൽ പോലും കുറച്ച് പരസ്യങ്ങൾ, കുറച്ച് മറ്റ് ഭാഷകളിലെ സിനിമകളൊക്കെ വെച്ചിട്ടാണ് ഭാവനയെ പിന്നെ കണ്ടത്. പക്ഷേ എത്ര സിനിമകൾ ഭാവനയുടെ ഭാഗത്തു നിന്ന് വന്നാൽ പോലും ആ പഴയ 2004 വെട്ടം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടും അതിലെ ഈ കഥാപാത്രവും തന്നെയാണ് മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതമായി നിൽക്കുന്നത്. ഏകദേശം വെട്ടം ഇറങ്ങിയിട്ട് 21 വർഷങ്ങളായി. ഈ 21 വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് പോലും ഒരു കഥാപാത്രം ഇത്രയധികം പ്രേക്ഷകർ സ്വീകരിക്കുക, ആ കഥാപാത്രവും ആ നായികയും മലയാളി പ്രേക്ഷകർ പിന്നീട് ഒരു സിനിമകളിലും അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും അത് വീണ്ടും ആസ്വദിക്കുക, അതിനെപ്പറ്റി വീണ്ടും സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായും ഒരു ഭാഗ്യ ഫാക്ടർ എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഭാവന പനിയും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥാപാത്രം ഒരു പക്ഷേ ഇല്ലായിരിക്കും, ഒരു നായിക കഥാപാത്രം ഒരു പക്ഷേ ഇല്ലായിരിക്കും എന്ന് വേണം തന്നെ പറയാൻ. ഏറ്റവും കൂടുതൽ ആളുകൾ റിലീസ് ചെയ്യാൻ പോകുന്നൊരു ഘട്ടവും കൂടിയാണല്ലോ നിൽക്കുന്നത്. ഇപ്പം എല്ലാ മോഹൻലാൽ സിനിമകളും മമ്മൂട്ടി സിനിമകളൊക്കെ തന്നെ റിലീസ് ചെയ്യാൻ പോകുന്നൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇതുവരെ ഒരു ചിത്രവും ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് റിലീസായി വന്നിട്ടില്ല. റിലീസ് കാലഘട്ടമൊക്കെ വന്നതിന് ശേഷം മോഹൻലാലിൻ്റെതായി വരുന്ന പല സിനിമകളുമാണ് റിലീസിൽ അതിഗംഭീരമായ റെക്കോർഡുകൾ നേടിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി ചിത്രങ്ങൾ അങ്ങനെ ഒരു വലിയ റെക്കോർഡുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ അമരൻ തന്നെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള അവസ്ഥകളിൽ നിൽക്കുമ്പോൾ പോലും ഒരു ദിലീപ് ചിത്രം പോലും റിലീസിന് വന്നിട്ടില്ല. പല ആരാധകരും ആഗ്രഹിക്കുന്ന ഒരുപാട് റിലീസ് സിനിമകളുണ്ട്. ഇപ്പോൾ കല്യാണരാമൻ ഒഫീഷ്യലി റിലീസ് ചെയ്യാൻ പോവുകയാണെന്ന് ദിലീപ് ഉൾപ്പെടെ വന്ന് പറഞ്ഞിട്ട് പോലും അതിൻ്റെ റിലീസ് ഡേറ്റ് എന്നാണെന്ന് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ പല സിനിമകളും അതുപോലെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കൊച്ചി രാജാവ്, CID മൂസ, പാണ്ടിപ്പട തുടങ്ങിയ സിനിമകളൊക്കെ ദിലീപിൻ്റെതായി റിലീസ് ചെയ്യപ്പെടണം. റൺവേ, ഇതൊക്കെ റിലീസ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സിനിമയും കൂടി ഉണ്ടെങ്കിൽ അത് വെട്ടമാണ്. വെട്ടം അതൊരു കോമഡി സിനിമ ആയതുകൊണ്ട് മാത്രമല്ല, ഇത്രയധികം ലെജൻസ് ഒരുമിച്ച് വർക്ക് ചെയ്തൊരു സിനിമകൾ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കൊച്ചിൻ ഹനീഫ, ജനാർദ്ദനൻ, സുകുമാരിയമ്മ, ജഗദീഷ്, നെടുമുടി വേണു, കലാഭവൻ മണി, കലാഭവൻ നവാസ്, ബിന്ദു പണിക്കർ, ഒരു വലിയ താരനിര എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു സിനിമ ഉണ്ടെങ്കിൽ അത് വെട്ടമാണ്. പ്രത്യേകിച്ച് രണ്ടാം പകുതിയൊക്കെ ഹ്യൂമറുകളാൽ സമ്പന്നമായ ഒരു സിനിമയായിട്ടാണ് വെട്ടം. ഈ വെട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി നമ്മൾ അതിന് വേണ്ടി മാത്രമായിട്ട് സംസാരിക്കേണ്ടി വരും. പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല, ഭാവന പനി എന്ന നായികയെക്കുറിച്ചും ഭാവന പനി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങായി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് വെട്ടം എന്ന സിനിമയെക്കുറിച്ച് പോലും നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഈ ഭാവന പനി പിന്നീട് നമ്മൾ ആളുകൾ കാണുന്നത് ഈ വെട്ടം എന്ന റിലീസിനൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം പ്രിയദർശൻ്റെ തന്നെ ആമയും മുയലും എന്ന സിനിമ ഉണ്ടായിരുന്നു. ആമയും മുയലിൽ ജയസൂര്യ നായകനായി എത്തി. അനൂപ് മേനോനും KPS ലളിതയും ഒക്കെ പ്രധാന വേഷത്തിലെത്തിയ ഒരു സിനിമയായിരുന്നു ആമയും മുയലും. ആമയും മുയലും തിയേറ്ററുകളിൽ വിജയിച്ചില്ല. പക്ഷേ ആ സിനിമയിൽ ഒരു ഐറ്റം ഡാൻസ് പോലത്തെ ഒരു സോങ്ങിൽ ഭാവന പനിയായിരുന്നു എത്തിയത്. ആ നൃത്തക്കാരി ഭാവന പനിയായിരുന്നു. അങ്ങനെ ഭാവനയെ വീണ്ടും മലയാളി പ്രേക്ഷകർ കാണുകയും ചെയ്തു. പിന്നീട് കുറച്ച് പരസ്യങ്ങളൊക്കെ വീണ്ടും ഭാവനയെ കണ്ടെങ്കിൽ പോലും വീണ്ടും ആ വെട്ടം തിയേറ്ററുകളിലേക്ക് വേണം. വെട്ടം വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. ഒന്ന് തിയേറ്ററുകളിൽ ഇരുന്നു കൊണ്ട് ഒന്ന് പൊട്ടിച്ചിരിക്കാനും ഒന്ന് കുടുംബസമേതം അത് വന്ന് കാണാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ഓഡിയൻസ് കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഭാവന പനിയോട് വീണ്ടും കമൻറ്റ് സെക്ഷനിൽ വന്ന ആളുകൾ ചോദിക്കുന്നത് വെട്ടം റിലീസ് ചെയ്യുമോ എന്നുള്ളതിനെ പറ്റിയാണ്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഭാവന അങ്ങനെ ഇൻ്റർവ്യൂസിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങനെ വരാറില്ല. അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരു വലിയ വീണ്ടും അപ്ഡേറ്റുകളോ കാര്യങ്ങളൊന്നും കിട്ടുന്നുമില്ല. ആ ഒരു പശ്ചാത്തലത്തിലും കൂടി നിലവിൽ നിൽക്കുമ്പോഴാണ് ഭാവന പനിയുടെ ഈ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്.